നമസ്കാരം, ഐശ്വര്യാണ്. വളരെ വൈകിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചൊരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നീട് നമ്മളത് ചെയ്യാതാവുകയുണ്ടായി. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ബിഗ് ബോസിനോടാണ് ചോദ്യം. നാണമില്ലേ? ഈ നാണം കെട്ട ഗെയിം നിങ്ങൾക്ക് നിർത്തിക്കൂടെ? എന്തിനു വേണ്ടിയാണ്? പണത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയും നാണം കെട്ട ഒരു ഗെയിം കളിക്കുന്നത്? ആ നെവിനെ പോലുള്ള അതിനെ ഏത് ഗണത്തിൽ പെടുത്തണം എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, ലെസ്ബിയൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ആ ഗണത്തിലൊന്നും പെടില്ല കേട്ടോ. ഇത് വേറൊരെണ്ണമാണ്. ഇതിനെയൊക്കെ ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഇത്രയും ആൾക്കാര്, ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡേഴ്സ്, ലെസ്ബിയൻസ്, അവരൊക്കെ അവരുടെ മാന്യത കീപ്പ് ചെയ്ത് ബിഗ് ബോസിൽ വന്ന് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ജന്മത്തെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു നല്ല അച്ഛനും അമ്മയ്ക്കും ജനിക്കാത്തതിന്റെ കുഴപ്പമായിരിക്കാം അവനെ കാണിക്കുന്നത്. ഒരു മനുഷ്യനെ എത്ര ദ്രോഹിക്കാം അത്രമേൽ ചെയ്യാം. അവന്റെ വിവരക്കേട് കാണിക്കുന്നു. പക്ഷെ ഈ ലാലേട്ടനൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ബിഗ് ബോസ് പോലുള്ള, അതായത് ലാലേട്ടനുണ്ട് ബിഗ് ബോസ് പോലുള്ളതെന്ന് പറയാനൊന്നുമില്ല. അതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രാവശ്യം സെലക്ഷൻ ലിസ്റ്റ് തന്നെ ഒന്ന് എടുത്തു നോക്കുക. ഏഷ്യാനെറ്റുമായി ബന്ധമുള്ളവർ മാത്രമാണ് ബിഗ് ബോസ് വന്നിരിക്കുന്നത്, ഇൻക്ലൂഡിങ് നമ്മുടെ അനീഷ് അടക്കം. അല്ലാണ്ട് വെറുതെ വഴിയെ പോയ ആൾക്കാരെ ഒന്നും അല്ല വിളിച്ച് ഏഷ്യാനെറ്റ് കയറ്റിയിരിക്കുന്നത്. ഏഷ്യാനെറ്റിൽ ഓരോരുത്തരെയും, ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഏഷ്യാനെറ്റിൽ സ്വാധീനം കൊണ്ടും മാത്രം കയറിയിട്ടുള്ളതാണ്. അല്ലാണ്ട് ഉള്ളവരൊന്നുമില്ല. ഏഷ്യാനെറ്റ് അല്ലാണ്ട് വിളിച്ചിട്ടുള്ള പല സെലിബ്രിറ്റികളും വന്നിട്ടും ഇല്ല. എത്ര ലക്ഷ്മി നക്ഷത്രം ഏതോ 3-4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, അവർ വന്നിട്ടില്ല. അങ്ങനെ ആരൊക്കെ? ഒന്നുകിൽ ഒരു പണിയില്ലാത്തവര്, അല്ലെങ്കിൽ ഫെയിം ആഗ്രഹിച്ചിരിക്കുന്നത്, അല്ലെ ഫിനാൻഷ്യലി അത്രയും ക്രൈസിസ് ഉള്ളവര്, അവരൊക്കെ മാത്രമാണ് ബിഗ് ബോസിൽ വന്നിരിക്കുന്നതും അവരും സ്വാധീനം ചെലുത്തിയിട്ടും ഏഷ്യാനെറ്റിൽ ബന്ധങ്ങളുണ്ടായിട്ടും. അക്ബർ പിന്നെ ഐഡിയ സ്റ്റാർ സിംഗർ വിന്നർ ആയപ്പോൾ അതിന്റെ ഹെഡായിട്ടിരുന്ന ആളാണ് ഇന്ന് ഈ ബിഗ് ബോസിന്റെ ഇതിലിരിക്കുന്നത്. അന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അക്ബറിന്. അങ്ങനെ ഓരോരുത്തരും. അനീഷ് പല പ്രാവശ്യവും വന്നിട്ടുണ്ട്. അനീഷ് പക്ഷെ മാന്യമായിട്ട് കളിക്കുന്നുണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. കിട്ടാൻ യോഗ്യൻ അനീഷോ അല്ല അനുമോളോ ഒക്കെയേ ഉള്ളൂ. അനുമോളുടെ ഗെയിമിനെ ഒന്നും പറയാനില്ല. പറഞ്ഞിട്ടുള്ളവരൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട് നേരത്തെ. അവരൊക്കെ മാന്യമായിട്ട്, അതില നൂറ ഒക്കെ മാന്യമായിട്ട് കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അഖിൽമാരാറിന് ശേഷവും അഖിൽമാരാറിന് മുന്നും എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം മാന്യമായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. അതുപോലൊന്നും ആരും കളിച്ചിട്ടില്ല. ഈ ഷാനവാസിനെ ഇവൻ നെവിൻ പിടിച്ചു തള്ളി ഈ രീതിയിൽ ആക്കിയിട്ട് എന്താണോ താക്കീതിൽ നിർത്തിയത്. പക്ഷെ റോബിൻ ഒരുത്തനെ പിടിച്ചു തള്ളിയപ്പോഴത്തേക്ക് ഉടനെ അവനെ പറഞ്ഞു വിട്ടല്ലോ. റോബിനൊക്കെ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും കപ്പ് കൊണ്ടുവരുന്ന റോബിൻ മാത്രമേ പോളൂ, മറ്റൊരാൾക്കും ഒരിക്കലും കിട്ടില്ല എന്ന് ഏഷ്യാനെറ്റിന് നല്ല ഉറപ്പുണ്ട്. അത് തന്നെയല്ല, തൽപര കക്ഷിയല്ലായിരിക്കും. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ബിഗ് ബോസ് ഒക്കെ വെറും നിലവാരമില്ലാത്ത ഒരു ഗെയിമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരെ വിഡ്ഢികളാക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കണം. എന്താണ് ഈ ഏഷ്യാനെറ്റ് നമ്മുടെ ഫാമിലിയോ കുടുംബത്തിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ പ്രായം ചെന്ന ആൾക്കാരെ കണ്ടിട്ട് എന്ത് തേങ്ങയാണ് ഈ ബിഗ് ബോസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. തമ്മിലടി ബഹളവും ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കിട്ടാത്തതാണ്. എന്തായാലും ലാലേട്ടനെ നിവർത്തിയില്ലാഞ്ഞിട്ടല്ലോ ഇത് അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നത്, ഇതിന്റെ ഹോസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ പണം മതി. ഇൻക്ലൂഡിങ് ലാലേട്ടനടക്കം നിലവാരം പുലർത്തുന്നില്ലേ എങ്കിൽ ഞാൻ ഈ പരിപാടിയിൽ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് പറയാം. നിലവാരം പുലർത്തിയില്ലെങ്കിൽ ഒരു കാരണവശാലും ഞാനെന്നൊരു വ്യക്തി ഈ പരിപാടിയിൽ ഉണ്ടാകില്ലെന്ന് പറയാനുള്ള വോയിസ് ഉള്ള മനുഷ്യനാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? നിങ്ങൾ ഇപ്പോഴാണ് പിന്നെയും വാ തുറക്കുന്നത്. കഷ്ടം, പരമകഷ്ടം. ബിഗ് ബോസിനെ പോലെ ഇത്ര ചീപ്പായിട്ടുള്ള ഒരു ഗെയിം ഈ പ്രാവശ്യം ഒരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളെ ഇറക്കി. ഒരു കാര്യം അറ്റ്ലീസ്റ്റ് ഒരു നിലവാരം പുലർത്ത്. അല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ ബിഗ് ബോസ് എന്നൊരു ഈ ചാണക പരിപാടി അങ്ങ് നിർത്ത്. ഒരു മനുഷ്യൻ അത്രയും വയ്യാണ്ട് വന്നപ്പോ ആ മനുഷ്യനെ ആ രീതിയിൽ എത്തിക്കുന്നു. ഒരു പെണ്ണ് പീരീഡ്സ് ആയിട്ട് കിടന്ന പെണ്ണിന്റെ ബെഡിൽ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുന്നു. എന്നെ ഈ സ്ഥാനത്ത്, ആ അനുമോളുടെ സ്ഥാനത്ത് ഞാൻ അതിനെ അടിച്ചവന്റെ ചെപ്പക്കുറ്റി പൊട്ടിച്ചേനെ. വേറൊരു ആര്യൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ജിസയിലും ആര്യനും ഇരിക്കുന്ന ഒരു ക്ലിപ്പിംഗ്, എനിക്ക് ഇതിനകത്തെ ക്ലിപ്പിംഗ് ഒന്നും ആഡ് ചെയ്യാൻ എനിക്ക് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാണ്ടാണ്. വളരെ മോശമായിട്ട് അവന് കൈവച്ച ജിസയിലിന്റെ ദേഹത്ത് തട്ടുകയും
അവർ നോക്കിയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് അവർ മാറിയിരിക്കുന്നത് ഞാൻ ലൈവില് കണ്ടതാ. ഞാൻ പലയിടത്തും അത് കാണിച്ചിട്ടുണ്ട്. അവൻ വെറും ഒരു കൾച്ചർ ഇല്ലാത്ത ഒരുത്തനാണ്. അവന്റെ ഇന്നലത്തെ പെർഫോമൻസ് കണ്ടില്ലേ? ഒരു പീരീഡ്സ് ആയിട്ട് കിടക്കുന്ന ഒരു പെണ്ണിന്റെ ബെഡിൽ വെള്ളം കൊണ്ട് ഒഴിക്കുമ്പം ഇവൻ ഒരു അമ്മയ്ക്കുണ്ടായതാണോ? അവൻ നല്ലൊരു അച്ഛൻ ജനിപ്പിച്ചതാണോ? അല്ലെ ഇവന് സഹോദരിമാരുണ്ട്, ഇവരെ അപ്പനെയും അമ്മയും തമ്മിൽ തിരിച്ചറിയുന്നവനാണോ? ഇതിനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെയുള്ളവരെ കൊണ്ടുപോകുമ്പോൾ ഈ ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? വേറെ എന്തെല്ലാം നാണം കെട്ട ബിസിനസ്സുകളുണ്ട് ബിഗ് ബോസ്. നിങ്ങൾക്ക് പണം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തതൊക്കെ ചെയ്യും. എന്തിനാണ് സമൂഹത്തിനെ മൊത്തം ഇങ്ങനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഷോയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്? നാണം കെട്ട. മോഹൻലാലിനോടാണ് ചോദിക്കുന്നത്, മിനിമം സമൂഹത്തിനോട് നിങ്ങൾക്കൊരു കടപ്പാടില്ലേ? സമൂഹം നിങ്ങൾക്ക് എത്ര അധികാരങ്ങൾ തന്ന് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കും. ഇപ്പോഴും നിങ്ങൾ കൈനീട്ടി തല കുനിച്ച് വാങ്ങിച്ചല്ലോ, അപ്പോഴും നിങ്ങൾ പറഞ്ഞല്ലോ സമൂഹത്തിനോടും ജനങ്ങളോടും കടപ്പെട്ടിരിക്കുന്നത്. എന്നിട്ടാണോ ഇത്രയും നിലവാരമില്ലാത്ത ഒരു ഷോയില് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അറ്റ്ലീസ്റ്റ് താങ്കൾക്കെങ്കിലും പറഞ്ഞുകൂടെ, ഈ നിലവാരമില്ലാത്ത പ്രവൃത്തി ചെയ്താൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടമെങ്കിലും ഇനിയെങ്കിലും കാണിക്കുക. എന്നിട്ട് നിർത്തിയിട്ട് പോ. അതാണ് നല്ലത്. ബിഗ് ബോസ്